ഒരു പ്രേക്ഷകൻ കൂടി നമ്മുടെ സ്ക്രീനിന്റെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. അത് വയനാട്ടിൽ നിന്നാണ് അല്ലേ? വയനാട്ടിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ. ഹലോ, ഹായ് സജി ചേട്ടാ, നമസ്കാരം. ഹായ് ചേട്ടാ. ഹലോ, കേൾക്കാലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ? വയനാട്ടിൽ എവിടെയാണ്? വയനാട്ടിൽ വാഴവറ്റ കാരാപ്പുഴ ഡാമിന്റെ അടുത്ത്. കാരാപ്പുഴ ഡാമിന്റെ അടുത്താണ് അല്ലേ? എങ്ങനെയുണ്ട് വയനാട്ടിൽ മഴയൊക്കെ? മഴയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മഴയും തണുപ്പൊക്കെ ഉണ്ടോ? പിന്നെന്താ, അവിടെ ആരൊക്കെയുണ്ട് വീട്ടില് സജിയേട്ടാ? വീട്ടില് ഇപ്പോ ഞാനും ഭാര്യയും ഇളയ മോനേ ഉള്ളൂ. മോൻ ഉറങ്ങിയോ? മൂത്തവരുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു. അത്ര വലിയ മക്കളുള്ള ആളാണെന്ന് തോന്നില്ലല്ലോ. വളരെ യങ് ആണ്. അതെ. സജിയേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ പെയിന്ററാ. അവിടെ നാട്ടിൽ തന്നെയാണോ? നാട്ടിൽ തന്നെ. നമ്മുടെ 24 എല്ലാ ദിവസവും കാണാറുണ്ടോ? പിന്നെന്താ, ഡെയിലി കാണുന്നുണ്ട്. നമ്മുടെ പോലീസ് ഡയറി അവതരിപ്പിക്കുന്ന സുഹൈലിന്റെ വീടും വയനാടാണ് കേട്ടോ. അതെ. നമുക്കിവിടെ കുറച്ച് വയനാട്ടുകാരുണ്ട്. അപ്പൊ അവരങ്ങനെ വയനാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോ ഇന്നിപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാ വീട്ടിലെത്തിയത്? വൈകുന്നേരം 5 മണി 5:30 ആയി. ആ സമയത്ത് എത്തും അല്ലേ? എല്ലാ ദിവസവും അങ്ങനെയാണോ? അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ഷോയൊക്കെ കണ്ട് ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയത്താണല്ലേ? എപ്പോഴാണ് വിളിച്ചപ്പോ കിട്ടിയത്? അപ്പൊ എന്തായാലും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിശേഷങ്ങൾ നേരിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് എന്ന് പറയാനും അത് അറിയാനും ഒക്കെ സാധിച്ചത്. ഓക്കെ, തുടർന്നും 24 കാണുക. ഞങ്ങളുടെ ഒരിക്കലും പരാതി ഉണ്ട്. ഞാന് ന്യൂ ഇയറിന്റെ തലേദിവസം ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു എസ്കേനെയും ആഷ്മിനെയും. അപ്പൊ അന്ന് എനിക്കൊരു കപ്പ് തരാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അത് ഇതുവരെ തന്നില്ല. അയ്യോ, അന്ന് അഡ്രസ് ഒക്കെ കൊടുത്തായിരുന്നോ ചേട്ടാ? അഡ്രസ് ഒക്കെ കൊടുത്തു, നമ്പറൊക്കെ കൊടുത്തു. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു അന്ന് ഈ പറയുന്ന കപ്പ് കിട്ടിയവർക്കെല്ലാം കൃത്യമായിട്ട് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്ത് അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, സജിചേട്ടന്റെ കൃത്യമായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. എന്തായാലും അത് കിട്ടും. അതെ, ചേട്ടൻ സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ വയനാട് ബ്യൂറോയുടെ നേതൃത്വത്തിലായിരിക്കും അത് വിതരണം ചെയ്യുക. അതപ്പോ എന്താണെങ്കിലും എന്താണ് സംഭവിച്ചത് നമുക്ക് അന്വേഷിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അഡ്രസ് വേണോ? ഇപ്പം വേണ്ട. ഓക്കെ, ചേട്ടന് അപ്പം ചേട്ടൻ കപ്പെത്തിക്കാനുള്ള എന്താണ് സംഭവിച്ചതെന്നുള്ളത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിലെ നമ്മുടെ റിപ്പോർട്ടർ. ജസ്റ്റ് ഗൂഗിളില് നമ്മുടെ 24 വയനാട് റിപ്പോർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വരും. ഒന്ന് കോൺടാക്ട് ചെയ്യൂ. നമ്മൾ ഇപ്പൊ തന്നെ ഈ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ സുർജിത്തിനെ വിളിച്ച് പറയാം, ഇങ്ങനെ സജിചേട്ടൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കപ്പ് വൈകാതെ കയ്യിലെത്തും. സുർജിത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് അഡ്രസ് ഒന്നും പറയണ്ട. അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്.